ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഷിത്തണ്ട്, മഷിപ്പച്ച എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഈ ചെടി ഇനി ആരും വലിച്ചു പറിച്ച് കളയല്ലേ. അത്രയ്ക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ചെടി. നമ്മുടെ വീടിനകത്തും പുറത്തും ശല്യക്കാരായ എലി, പല്ലി, പാറ്റ, ഉറുമ്പുകൾ എന്നിവയെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇതിന്. മഷിത്തണ്ട് വെച്ച് 3 കിടിലൻ ടിപ്സാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇത്രയും മഷിത്തണ്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഈ മഷിത്തണ്ട് ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് നൽകുന്നത്, ശരിയല്ലേ? ഇതുകൊണ്ട് സ്ലേറ്റ് മാച്ചതും കൂട്ടുകാർക്കൊക്കെ പങ്കിട്ടതുമൊക്കെ ചിലർക്കൊക്കെ ഓർമ്മയുണ്ടാവും. മഷിത്തണ്ട് അരച്ചെടുത്ത ജ്യൂസാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ചെറുതായിട്ട് മുറിച്ചെടുത്ത മഷിത്തണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കളയായിട്ട് നമ്മുടെ പറമ്പിലൊക്കെ മുളച്ചു വരുന്ന ഈ ചെടി ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ്. തലവേദന മാറാനുള്ള നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത്. വെള്ളം തൊടാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത ഈ ചെടി നെറ്റിയിൽ പൂശുന്നത് എത്ര കൂടിയ തലവേദനയും മാറാൻ വളരെ നല്ലതാണ്. മഷിത്തണ്ട് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ഈ ജ്യൂസ് കൊണ്ടാണ് നമ്മളിവിടെ ടിപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ വേസ്റ്റും കളയണ്ട കേട്ടോ, അതും നമുക്ക് ആവശ്യമുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട് മഷിത്തണ്ടിന് യാതൊരു സ്മെല്ലും ഇല്ലയെന്ന്. അത് ശരിയല്ല കേട്ടോ. മഷിത്തണ്ടിന് നമ്മുടെ കടുകിൻ്റെ ഒരു സ്മെല്ലാണുള്ളത്. കടുകിൻ്റെ ഒരു സ്മെല്ല് ഈ ചെടിക്കുള്ളത് കൊണ്ടാണ് ഇത് വെച്ച് പല്ലി, പാറ്റ, എലി എന്നിവയെ തുരത്തി ഓടിക്കാൻ നമുക്ക് പറ്റുന്നത്. മഷിത്തണ്ട് ജ്യൂസ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് വേണം. വെറും 1 സ്പൂൺ കടുക് മാത്രം മതി നമുക്ക് ടിപ്പ് ചെയ്യാനായിട്ട്. ഇതൊരു ഇടികല്ലിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. എലി, പല്ലി, പാറ്റ, ഉറുമ്പുകൾ എന്നിവയെ തുരത്തി ഓടിക്കാൻ വളരെ എഫക്റ്റീവായ ഒരു ഐറ്റമാണ് കടുക്. കടുകിൻ്റെ ഈ സ്മെല്ലാണ് അതിന് കാരണം. കടുക് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കടുക് പൊടിച്ചതിൽ നിന്നും 1 സ്പൂൺ പൊടിയെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കുകയോ കടുക് വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ കടുകിൻ്റെ ഗുണം കുറയും. കടുകിൻ്റെ ആ ഫ്ലേവർ മുഴുവനോടെ കിട്ടുന്നതിന് വേണ്ടിയാണ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 1 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മഷിത്തണ്ട് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചാണ് നമ്മൾ മഷിത്തണ്ട് അരച്ചെടുത്തത്. ഇതിൽ നിന്നും 3/4 ഭാഗത്തോളം ജ്യൂസ് നമുക്ക് ഈ കടുക് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. പിന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് പഴയ പാത്രങ്ങളും അരിപ്പകളും ഒക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കിടുക്കാച്ചി ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം. ഫ്ലോർ ക്ലീനറായ ലൈസോളാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1/2 മൂടി ലൈസോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലൈസോളിന് പകരമായിട്ട് ഡെറ്റോൾ എടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. നമ്മുടെ മഷിപ്പച്ചയും കടുക് പൊടിച്ചതും ലൈസോളൊക്കെ ചേർന്നപ്പോൾ വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. ഇതിൻ്റെ സ്മെല്ലൊന്ന് അടിച്ചാൽ മതി. ഈച്ച, പല്ലി, പാറ്റ, കൊതുക് ഇവയൊന്നും നമ്മുടെ പരിസരത്തേക്ക് പോലും അടുക്കില്ല. അത്രയ്ക്ക് സ്മെല്ലാണ് കേട്ടോ നമ്മുടെ മരുന്നിന്. ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കിച്ചണിലാണ് എലി, പല്ലി, പാറ്റ, ഈച്ച ഇവയുടെയൊക്കെ ശല്യം കൂടുതലായിട്ടുള്ളത്. എത്ര ക്ലീൻ ചെയ്തിട്ടാലും രാത്രിയിൽ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവയെല്ലാം ഈ സ്റ്റവ് ടോപ്പിൻ്റെ മുകളിലൂടെയും കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൂടെയും എല്ലാം നിരങ്ങി നടക്കും. സ്റ്റവ് വയ്ക്കുന്നതിൻ്റെ സൈഡിലും അതുപോലെ സ്റ്റൗവിൻ്റെ അടിയിലുമൊക്കെ നമുക്ക് ഈ മരുന്നൊന്ന് സ്പ്രേ ചെയ്യാം. ഇനി ഒരു കിച്ചൺ ടവൽ വെച്ച് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. നമ്മുടെ കൗണ്ടർ ടോപ്പിലും ഇങ്ങനെ തന്നെ ചെയ്യണം. രാത്രിയിൽ നമ്മുടെ കിച്ചൺ ജോലിയെല്ലാം തീർന്നതിന് ശേഷം ഇങ്ങനെ ചെയ്തു വെച്ചാൽ പല്ലിയും പാറ്റയും ഉറുമ്പുകളും ഒന്നും നമ്മുടെ സ്റ്റൗവിൻ്റെ അടുത്തേക്ക് പോലും വരില്ല. പല്ലിയും പാറ്റയൊക്കെ നമ്മുടെ കിച്ചണിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന വഴിയാണ് കിച്ചൺ സിങ്ക്. ഇതാ കണ്ടോ, കിച്ചൺ സിങ്കിലെ ഹോളിലൂടെ കയറി വന്ന ഒരു പാറ്റയാണിത്. കഴിഞ്ഞ ദിവസം സിങ്കിലേക്ക് മരുന്നൊഴിക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെയാണ് ഈ പാറ്റ ഇതിനുള്ളിലേക്ക് കയറി വന്നത്. സിങ്കിലൊക്കെ നമ്മൾ എപ്പോഴും കഴുകുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് സിങ്കിലേക്ക് ഒരല്പം മരുന്ന് ഇറ്റിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ സിങ്കിലൂടെ പല്ലിയും പാറ്റയൊക്കെ കിച്ചണിലേക്ക് കയറും. സിങ്കിൻ്റെ അടിഭാഗത്തും അതുപോലെ തന്നെ കിച്ചൺ കബോർഡ്സിൻ്റെയൊക്കെ സൈഡിലുള്ള വിടവുകളിലുമൊക്കെയാണ് പല്ലിയും പാറ്റയൊക്കെ ഒളിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്യാം.
അവിടെയൊക്കെ നമുക്ക് ഈ മരുന്ന് ആഴ്ചയിലൊരിക്കൽ സ്പ്രേ ചെയ്താൽ മതി കേട്ടോ, എന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ കിച്ചൺ സിങ്കിലേക്ക് നമ്മൾ എന്നും എന്തെങ്കിലുമൊക്കെ മരുന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ മഷിപ്പച്ച എഡിബിൾ ആണോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഇപ്പോൾ ചിലരൊക്കെ ഇത് തോരൻ വെച്ച് കഴിക്കാറുണ്ട്. പണ്ടത്തെ പഞ്ഞക്കാലത്ത് പോലും ഇത്തരം പച്ചകളൊന്നും നമ്മുടെ പൂർവികർ കഴിച്ചതായിട്ട് പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല. എന്തെങ്കിലുമൊക്കെ വിഷാംശമുള്ളത് കൊണ്ടാവാം അവരിതൊന്നും ആഹാരമാക്കാതെ ഇരുന്നത്. ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കണേ. നമ്മുടെ അടുക്കളയിലെ പ്രധാന ശല്യക്കാരാണ് പല്ലിയും പാറ്റയും ഉറുമ്പുമൊക്കെ. ഇവയെ തുരത്തി ഓടിക്കാനുള്ളതാണ് കേട്ടോ അടുത്ത ടിപ്പ്. മഷിത്തണ്ട് അരച്ചതിൻ്റെ വേസ്റ്റും കടുക് പൊടിച്ച് അരിച്ചെടുത്തതിൻ്റെ വേസ്റ്റും ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരല്പം എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ടൈഗർ ബാം ആണ്. ഒരു നുള്ളു ടൈഗർ ബാം മതിയിട്ട് നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ചു വെച്ചേക്കുന്ന കടുകിൻ്റെ ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മിക്സ് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടെടുക്കണം. രാത്രി ലൈറ്റൊക്കെ ഓഫാക്കി കഴിയുമ്പോൾ പല്ലിയും പാറ്റയൊക്കെ മച്ചിന് മുകളിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നത് ഭിത്തിയിലൂടെയാണ്. പല്ലിയും പാറ്റയൊക്കെ വരുന്ന വഴിയിൽ ആ ഭിത്തിയിൽ നമുക്കിത് ഓരോന്നെടുത്ത് ഒട്ടിച്ചു വയ്ക്കാം. പല്ലി, പാറ്റ, ഉറുമ്പ് എന്നിവയുടെയൊക്കെ ഒളിസങ്കേതമാണ് നമ്മുടെ സ്റ്റൗവിൻ്റെ അടിഭാഗം. അവിടെയും നമുക്ക് ഈ ബോൾസ് ഓരോന്ന് വയ്ക്കാം. മഷിപ്പച്ചയിലെ കടുകിൻ്റെ മണവും നമ്മൾ ചേർത്ത് കൊടുത്ത കടുകിൻ്റെ മണവും അതുപോലെ തന്നെ ടൈഗർ ബാമിൻ്റെ മണമൊക്കെ ചേരുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലാണ് ഇവിടെ നിറയെ. മാത്രമല്ല ടൈഗർ ബാമിൻ്റെ ആ എരിച്ചിലും കൂടി ആവുമ്പോൾ പല്ലിയും പാറ്റയും ഉറുമ്പും ഒന്നും ആ ഭാഗത്തേക്ക് പോലും പിന്നെ വരില്ല. 3-4 ദിവസത്തേക്ക് ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് അത്രയും ദിവസത്തേക്ക് പല്ലീനെയും പാറ്റേനെയും ഒന്നും നമ്മുടെ അടുക്കളയിലേക്ക് പ്രതീക്ഷിക്കുകയേ വേണ്ട. അപ്പോൾ ഈ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്ത് നോക്കൂ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. നമ്മുടെ പരിസരത്തുള്ള എലി, പാമ്പ് എന്നിവയെ തുരത്തി ഓടിക്കാനുള്ളതാണ് അടുത്ത ടിപ്പ്. ഈ ടിപ്പ് ചെയ്യാനായിട്ട് കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രം എടുത്താൽ മതി. നമ്മളെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കടുകിൻ്റെയും മഷിപ്പച്ചയുടെയൊക്കെ വേസ്റ്റ് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മഷിത്തണ്ട് അരച്ചെടുത്തതിൻ്റെ ബാക്കി വന്ന ജ്യൂസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെയും മഷിത്തണ്ടിൻ്റെയൊക്കെ ചേർന്ന് വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ തന്നെ ഉള്ളത്. ഇത് കുറച്ചുകൂടി എഫക്റ്റീവ് ആവുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ ഹാർപ്പിക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഹാർപ്പിക്കും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. പാമ്പിനെയും എലിയെയും ഒക്കെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു മരുന്നാണിത്. ഇത് കണ്ടോ, ഇതുപോലുള്ള മാളങ്ങളിലാണ് എലികളും പാമ്പുകളും ഒക്കെ താമസിക്കുന്നത്. ആഴ്ചയിലൊരിക്കൽ ഇതുപോലുള്ള മരുന്നൊക്കെ ഉണ്ടാക്കി ഈ മാളങ്ങളിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പൊത്തിനുള്ളിലേക്കൊക്കെ മരുന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് എലിയോ പാമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മരുന്നിൻ്റെ സ്മെല്ല് കാരണം അവയെല്ലാം പുറത്തേക്ക് പോയിക്കോളും. ഇതുപോലുള്ള ഏതെങ്കിലും ഒരു മരുന്ന് ആഴ്ചയിലൊരിക്കൽ നമ്മുടെ പരിസരത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ എലിയുടെയും പാമ്പിൻ്റെയും ശല്യം തീർത്തും ഇല്ലാതാക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്